കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ 19. ആർ ശങ്കർ സർക്കാരിൻ്റെ കാലത്തെ ഭരണ പരിഷ്കാരം എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള ഭൂപരിഷ്കരണ നിയമം 1963 പാസ്സാക്കിയ സമയത്തെ മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കറായിരുന്നു. റവന്യൂ മന്ത്രി ആരായിരുന്നു? PT ചാക്കോയാണെന്നും ഓർത്തിരിക്കുക. 1963 ഡിസംബർ 31 കേരള ഭൂപരിഷ്കരണ നിയമത്തിന് അംഗീകാരം ലഭിച്ചു. 1964 ഒന്നാം ആക്ട് എന്ന പേരിൽ ഈ നിയമം നിലവിൽ വന്നു. അതുപോലെ തന്നെ സർക്കാരിന് ഈ നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞതുമില്ല. അടുത്തത് രണ്ടാം EMS സർക്കാരിൻ്റെ കാലത്തെ ഭരണപരിഷ്കാരം നോക്കാം. 1967 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി സർക്കാരിൻ്റെ മിനിമം പരിപാടിയിലെ പ്രധാന ഇനമായി ഭൂപരിഷ്കരണത്തെ ഉൾപ്പെടുത്തി. ഭൂപരിഷ്കരണ നിയമം EMS സർക്കാർ പാസാക്കിയ വർഷം 1969 1969 രണ്ടാം EMS സർക്കാർ രാജിവെച്ചു. അതുപോലെ തന്നെ 1969 C. അച്യുതമേനോൻ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുക മുഖ്യ ലക്ഷ്യമാക്കി മാറ്റുകയും ചെയ്തു. ഈ സമയത്ത് റവന്യൂ വകുപ്പ് മന്ത്രി KT ജേക്കബായിരുന്നു. 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പാക്കുന്നു. കേരളത്തിൽ ഭൂപരിഷ്കരണത്തിൻ്റെ 50-ാം വാർഷികം ആരംഭിച്ചത് 2020 മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയനുമാണ്. ജന്മിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് കർഷക സംഘം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടനയാണ് കർഷക സംഘം. കർഷക സംഘം രൂപീകരിക്കപ്പെട്ട സ്ഥലം കരിവെള്ളൂരാണെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ കരിവെള്ളൂരിൽ കർഷക സംഘത്തിൻ്റെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച സംഘടനയാണ് അഭിനവ് ഭാരത് യുവക് സംഘ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ കരിവെള്ളൂരിൽ നടന്ന അഭിനവ് ഭാരത് യുവക് സംഘത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു വാക് ഫടാനന്ദനാണെന്നും അറിഞ്ഞിരിക്കുക. പ്രധാന നിയമങ്ങൾ എന്തൊക്കെയാണ്? ലാൻഡ് അക്വിസിഷൻ ആക്ട് 1894, ലാൻഡ് കൺസർവൻസി ആക്ട് 1957, കേരള ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് 1966, കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ 1967, കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008. അടുത്തത് സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം. സ്ത്രീകളുടെ സംരക്ഷണം നോക്കാം. അന്താരാഷ്ട്ര വനിതാ ദിനമാണ് March 8. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് March 8. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായി അന്താരാഷ്ട്ര ദിനം ഏതാണ്? November 25. അന്താരാഷ്ട്ര വനിതാ ദിനം March 28, എന്നാൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനമെന്നാണ് November 25 ഓർത്തിരിക്കുക. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട കമ്മീഷൻ വനിതാ കമ്മീഷനാണ്. വനിതാ കമ്മീഷൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടെന്ന് അറിയാവുന്ന കാര്യമാണ്. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1992 ജനുവരി 31. കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 1991 കേരള വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. എന്നാൽ കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1995 ഡിസംബർ 1 ഓർത്തിരിക്കണം. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ആണെങ്കിൽ 1992 ജനുവരി 31, കേരള വനിതാ കമ്മീഷൻ ആണെങ്കിൽ 95 ഡിസംബർ 1 ഓർത്തിരിക്കുക. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1996 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 95 ഡിസംബർ 1 കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14 അറിഞ്ഞിരിക്കുക. കേരള വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? AK ആൻ്റണിയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? സുഗതകുമാരിയാണെന്നും അറിഞ്ഞിരിക്കുക. അടുത്തത് UN വിമൺ ആണ്. സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും വേണ്ടി പ്രവർത്തിച്ച UN വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഡിവിഷൻ ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് വുമൺ ആണ്. 2. ഇൻ്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് വുമൺ. 3. ഓഫീസ് ഓഫ് ദ സ്പെഷ്യൽ അഡ്വൈസർ ഓൺ ജെൻഡർ ഇഷ്യൂസ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് വുമൺ ആണ്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഫോർ വുമൺ തുടങ്ങിയവയാണ് സ്ത്രീ ശാക്തീകരണത്തിന് ലിംഗസമത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച UN വിഭാഗങ്ങൾ. ഈ 4 വിഭാഗങ്ങളെയും സംയോജിപ്പിച്ച് UN പൊതുസഭ UN വിമണിന് രൂപം നൽകിയത് 2010. UN വിമണിൻ്റെ ഇന്ത്യയിലെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണെന്ന് ഓർത്തിരിക്കുക. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നോക്കാം. വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതികളും ജെൻഡർ അവബോധം അതുപോലെ
ഫിനിഷിംഗ് സ്കൂൾ എന്നിവയുടെ ഫ്ലാഗ്ഷിപ്പ് പരിപാടികളും പ്രധാന ലക്ഷ്യങ്ങളുമായിട്ടുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണെന്ന് അറിഞ്ഞിരിക്കുക. KSWDC സ്ഥാപിതമായ വർഷം 1988 ഫെബ്രുവരി 22 കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ KSWDCയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്ത്രീ ശാക്തീകരണത്തിനായി മെച്ചപ്പെട്ട അവസരങ്ങൾ ഒരുക്കുക, അതുപോലെ തന്നെ സ്ത്രീകളെയും പെൺകുട്ടികളുടെയും സമഗ്ര വികസനം, അതുപോലെ സ്ത്രീകളെ സാമൂഹ്യ വികസനത്തിൽ സജീവ പങ്കാളികളാക്കൽ തുടങ്ങിയവയാണ് KSWDCയുടെ ലക്ഷ്യങ്ങളായി വരുന്നത്. അടുത്തത്, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ വ്യക്തിപരമായ മനോഭാവങ്ങളെയും വിശ്വാസങ്ങളെയും മാറ്റാനും ഇരകളെക്കുറിച്ചുള്ള മുൻധാരണകൾ പരിശോധിക്കാനും മാറ്റം വരുത്താനുമുള്ള പരിശീലന പരിപാടിയാണ് ബോധ്യം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോലീസിനായുള്ള ലിംഗപദവി സംവേദന ക്ഷമത പരിശീലന പരിപാടിയായ ബോധ്യം 2010 സെപ്റ്റംബർ 4 KSWDC ആരംഭിക്കുകയും അതേ വർഷം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു. അടുത്തതാണ്, സ്ത്രീകൾക്കുള്ള അടിയന്തര പ്രതികരണ സേവനങ്ങളുടെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സംസ്ഥാനത്ത് ലിംഗപദവി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084:1000 എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം 940:1000 എന്നുള്ളതാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ സ്ത്രീകൾ എത്രയാണ്? 52% സ്ത്രീകളാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ 52% സ്ത്രീകളാണ്. കേരളത്തിൽ ആകെ ജനസംഖ്യയിൽ കുട്ടികൾ 23.44 കേരളത്തിൽ ആകെ ജനസംഖ്യയിൽ കുട്ടികൾ 23.44 14 വയസ്സിന് താഴെയുള്ളത്. അടുത്തതാണ്, ജെൻഡർ പാർക്കാണ്. ലിംഗസമത്വം, ശാക്തീകരണം എന്നിവ സംബന്ധിച്ച് പഠന ഗവേഷണം എന്നിവയ്ക്കുള്ള ഒരു വേദിയായാണ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ 2013 ഈ സംരംഭം ആരംഭിച്ചത്. തിരുവനന്തപുരത്താണ് ആസ്ഥാനം, എന്നാൽ പ്രധാന ക്യാമ്പസ് കോഴിക്കോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ജെൻഡർ പാർക്ക്. അടുത്തത്, വൺ സ്റ്റോപ്പ് കേന്ദ്രമാണ്. പൊതു സ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കുടുംബത്തിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും വച്ച് പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സഹായവും പിന്തുണയും വൺ സ്റ്റോപ്പ് കേന്ദ്രം മുഖേന നൽകി വരുന്നു. അതുപോലെ സംസ്ഥാനങ്ങൾ നിർഭയ ഫണ്ട് മുഖേനയാണ് വൺ സ്റ്റോപ്പ് കേന്ദ്രങ്ങൾ നടപ്പാക്കുന്നത്. അടുത്താണ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിൽ സ്ത്രീകളുടെ ശരാശരി ആയുർദൈർഘ്യം എത്രയാണ്? 76 അതുപോലെ തന്നെ ഹിന്ദു മാരേജ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1955 മെയ് 18 സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1961 പറഞ്ഞിരിക്കുക. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961 ജൂലൈ 1 പറഞ്ഞിരിക്കുക. വിവാഹ സമയത്ത് വിലപിടിപ്പുള്ള ആസ്തികൾ കൈമാറ്റം ചെയ്യുന്നത് തടയുന്ന നിയമമാണ് സ്ത്രീധന നിരോധന നിയമമെന്നും അറിയാവുന്ന കാര്യമാണ്. അടുത്തത്, ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 നിലവിൽ വന്ന വർഷം 1972 ഏപ്രിൽ 1 ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 2005 ഓർത്തിരിക്കുക. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 2006 ഒക്ടോബർ 26 ഓർത്തിരിക്കുക. ജോലിസ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം 2013 ഡിസംബർ 9 ഓർത്തിരിക്കുക. അടുത്തത്, ജെറ്റ്ലി ടാസ്ക് ഫോഴ്സ് ആണ്. മാതൃത്വത്തിൻ്റെ പ്രായം, അതുപോലെ തന്നെ മാതൃമരണ നിരക്ക് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ, പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സാണ് ജെറ്റ്ലി ടാസ്ക് ഫോഴ്സ്. ജെറ്റ്ലി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കപ്പെട്ടത് 2020 ജൂൺ 4 അറിഞ്ഞിരിക്കണം. ടാസ്ക് ഫോഴ്സ് നേതൃത്വം നൽകിയത് ജെറ്റ്ലി ആണെന്ന് അറിഞ്ഞിരിക്കുക. ജെറ്റ്ലി കമ്മിറ്റിയുടെ ശുപാർശകൾ എന്തൊക്കെയാണ്? പെൺകുട്ടികളുടെ നിയമപരമായി വിവാഹപ്രായം 21 വയസ്സായി ഉയർത്തുക ജെറ്റ്ലി ഫോഴ്സിൻ്റെ തീരുമാനമായിരുന്നു. വിവാഹ വർധനവിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുക. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൈപുണ്യ വികസനവും ബിസിനസ് പരിശീലനവും ലൈംഗിക വിദ്യാഭ്യാസവും ഉൾപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു ജെറ്റ്ലി കമ്മിറ്റിയുടെ ശുപാർശകൾ. അടുത്തതാണ്, കേരള വനിതാ ശിശു വികസന വകുപ്പ്. കേരള വനിതാ ശിശു വികസന വകുപ്പ് സ്ഥാപിതമായ വർഷം 2017 അതുപോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പിനെ വിഭജിച്ചാണ് സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് രൂപീകരിച്ചത്. വനിതാ ശിശു വികസന വകുപ്പ് പ്രവർത്തനം ആരംഭിച്ച 2017 നവംബർ 14 വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനായുള്ള സാമൂഹിക നിയമ നിർമ്മാണങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നു.
അതുപോലെ തന്നെ 0 മുതൽ 6 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ പോഷകാഹാരവും ആരോഗ്യനിലയും മെച്ചപ്പെടുത്തുക. അതുപോലെ സാമ്പത്തിക സാമൂഹിക മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിപാടികളും പദ്ധതികളും രൂപകൽപ്പന ചെയ്യുക. അതുപോലെ ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷമാണ് 2001. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി ആണെന്നും അറിഞ്ഞിരിക്കുക. അടുത്തത് കുട്ടികളുടെ സംരക്ഷണം. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ്സ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയ വർഷം 2005 ആണെന്ന് അറിഞ്ഞിരിക്കുക. ലോകമെമ്പാടുള്ള കുട്ടികൾക്ക് മാനുഷികവും വികസനപരമായ സഹായം നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ് യുനിസെഫ് എന്നറിയുക. യുനിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് എന്നറിഞ്ഞിരിക്കണം. യുനിസെഫ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് രൂപം കൊണ്ട വർഷം 1946 ഡിസംബർ 11 ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12 ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് NCPCR നിലവിൽ വന്നതെന്നാണ്? 2007 മാർച്ചിലാണെന്നും 1986 ചൈൽഡ് ലേബർ നിയമപ്രകാരം ഒരാഴ്ചയുടെ തുടക്കമായി കണക്കാക്കുന്നത് ശനിയാഴ്ച അർദ്ധരാത്രി മുതലാണെന്നും. അതുപോലെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള സ്ഥാപനം ഏതാണ്? അത് NCPCR ആണെന്ന് ഓർത്തിരിക്കണം. NCPCRന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നു ശാന്ത സിൻഹയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 26 ഓർത്തിരിക്കണം. NCPCRന്റെ നിലവിലെ അധ്യക്ഷനാരാണ്? പ്രിയങ്ക കുനെങ്കായ് ആണെന്ന് ഓർത്തിരിക്കുക. ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ സമയത്ത് ബാലവേല നടന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന മുദ്രയാണ് റെക്മാർക്ക് എന്ന് ഓർത്തിരിക്കുക. നിലവിൽ റെക്മാർക്ക് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. അടുത്തത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013 ജൂൺ 3 മുതലാണ്. ബാലാവകാശ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ അവലോകനം ചെയ്യാനും ബാലാവകാശ ലംഘന കേസുകൾ അന്വേഷിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി നിലവന്ന കമ്മീഷനാണിത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? നീല ഗംഗാധരനായിരുന്നു എന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ ആണെന്നും ഓർത്തിരിക്കുക. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പോക്സോ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയ വർഷമെന്നാണ്? 2012 ആണെന്നും അറിഞ്ഞിരിക്കുക.